പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനൽ ദൈവത്തിന് വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ചൊല്ലുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം നാം എടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 തൊട്ടുള്ള വാക്കുകളാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് നാം പറയുന്ന മേഖലകളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ഇത് ചെയ്യും, എനിക്ക് കഴിവില്ലല്ലോ എന്നൊക്കെ അല്ലെ നാം പലപ്പോഴും പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ആരാണെന്ന് അല്ലെ സഹായിക്കുക, എന്നെ ആർക്ക് സഹായിക്കാൻ കഴിയും എന്നുള്ള ചിന്തകളുമായാണോ ഈ സന്ദേശം നിങ്ങൾ ആരെങ്കിലും കേൾക്കുക എങ്കിൽ അല്ലെ ദൈവത്തിന്റെ ആത്മാവിന് ഈ തിരുവചനത്തിലൂടെ നിങ്ങളോട് ചെന്ന് സംസാരിക്കുവാനുണ്ട്. നമുക്കതിനു വേണ്ടി കാതോർക്കാം. നമുക്ക് ചിന്തിക്കാൻ ആഴമായിട്ട് വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ 4 വാക്യങ്ങളാണ് അവൻ നമുക്ക് ചിന്തിക്കുവാൻ ഉള്ളത്. ഇവിടെ ഒരു സ്ത്രീയെ കാണുവാൻ കഴിയും, മംഗലക്കാരത്തി മറിയ. ഈ മംഗലക്കാരത്തി മറിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് 7 ഭൂതമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇവൾ എന്ത് ചെയ്യാ, ഭൂതത്തിന്റെ ബാധയ്ക്ക് അടിമയായിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ യേശു ഇവളെ സൗഖ്യമാക്കി. ഇവിടെ ശരീരത്തെ ഇവളെ ഭരിച്ചുകൊണ്ടിരുന്ന, ഇവളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന, ഇവിടെ ജീവിതത്തില് നന്മയിലേക്കും നിത്യപ്രകാശത്തിലേക്കും കടന്നു വരാതിരുന്നപ്പോൾ അല്ലെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി മനുഷ്യനായ ഭൂമിയിലേക്ക് കർത്താവ് യേശു ക്രിസ്തു അവളെ സൗഖ്യമാക്കി. മംഗലക്കാരത്തി എന്ന് പറയും, മംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവളുടെ പേരാണ് എന്ത് ചെയ്യുക, മംഗലക്കാരത്തി. അങ്ങനെ അവിടെ പേര്, ആ സ്ഥലത്തിന്റെ പേരോട് ചേർത്താണ് അവളെ മംഗലക്കാരത്തി എന്ന് എന്ത് ചെയ്യുക പറയുന്നത്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, നമുക്ക് ഈ വേദഭാഗം നാം മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ ശേഷം, യേശു ക്രിസ്തുവിന്റെ ശവസംസ്കാരം കഴിഞ്ഞ ശേഷം യേശു അത്രയും നാളും ഇവളോടൊപ്പം ഉണ്ടായിരുന്ന, ഇവൾ പിൻപറ്റിയ ആ യേശു ഇനി എന്ത് ചെയ്യുക, ഇനിയും തൊട്ടിയില്ല. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി യേശുവിനെ ഇവൾ എന്ത് ചെയ്യുക, അതിരാവിലെ യേശുവിന്റെ കല്ലറിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. കാലത്തെ ഹല്ലേലൂയ അവൾ എന്ത് ചെയ്യുക, കല്ലറയ്ക്കൽ വന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ നമുക്ക് അതിന്റെ 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ എന്ത് ചെയ്യുക, ഞാൻ പണിയുമെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ റോമൻ പടയാളികൾ എന്ത് ചെയ്തു, യേശുവിനെ അവന്റെ ശിഷ്യന്മാർ എടുത്തുകൊണ്ട് പോകാതിരിക്കേണ്ടതിന് ഈ കർത്താവിനെ അടക്കിയ കല്ലറയിൽ എന്ത് ചെയ്തു, വലിയൊരു കല്ല് ഉരുട്ടി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാ, അവന്റെ മുദ്ര പതിപ്പിച്ചു. എന്ന് വെച്ചാൽ റോമന്റെ ഏറ്റവും കൂടുതൽ യേശുവിന്റെ കാലത്ത് ക്രൂരമായ പടയാളികളുള്ള അല്ലെങ്കിൽ അധികാരികളുള്ള ക്രൂരന്മാരായ ആൾക്കാരായിരുന്നു റോമൻ ഭരണാധികാരികൾ. അവർക്ക് അല്ലെ ക്രിസ്ത്യാനികൾ അവൾ എങ്ങനെ വേണമെങ്കിൽ കൊന്നുകളയും, മുടിച്ചു കളയും. അത്രമാത്രം ക്രൂരമായ മനസ്സുള്ളവരായിരുന്നു ഈ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ. അപ്പൊ റോമാ സാമ്രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ യേശുവിനെ ഹല്ലേലൂയ ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് മനസ്സിലാക്കിയപ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്തു, ഈ കല്ലറ ഇനി യേശുവിനെ എന്ത് ചെയ്യാ, യേശു പുറത്തു വരരുത്, യേശു ഒരു നാളും എന്ത് ചെയ്യാ, യേശുവിനെ ആരും കാണരുത്, മരണം കൊണ്ട് യേശു അവസാനിക്കണം, ഈ കല്ലറയ്ക്കുള്ളിൽ അവസാനിക്കണമെന്ന അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി, അവർ ചിന്തിച്ചിട്ട് വലിയൊരു കല്ല് എന്ത് ചെയ്യുക, ഈ ഹല്ലേലൂയ ഈ കല്ലറയ്ക്ക് മുൻപിൽ ഉരുട്ടി വെച്ച ശേഷം അവന് മുദ്ര ചെയ്തു. ഹല്ലേലൂയ. ഈ കല്ല് പടയാളികൾ 5 6 പേർ നല്ല ശക്തന്മാരായ പടയാളികളാണ് ഈ കല്ല് ഉരുട്ടിയെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, സാധാരണ ഉള്ള ഹല്ലേലൂയ ആൾക്കാർക്ക് ഈ കല്ലിന്റെ ഉരുട്ടി മാറ്റുവാൻ കഴിയും. അത്രമാത്രം വലിയൊരു, അതുകൊണ്ട് മറിയ ചോദിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി ഈ കല്ലാരാ ഉരുട്ടി മാറ്റുന്നത്, നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടിക്കളയും എന്ന് പറഞ്ഞാൽ ആ കല്ലറയ്ക്ക് ആ കല്ലെന്ത് ചെയ്യുക, ഉരുട്ടിക്കളയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം നാം നോക്കുമ്പോൾ കല്ലറ ഇതുപോലെ ഇതുപോലുള്ള കല്ലുകൾ നമ്മുടെ ജീവിതത്തിന്റെ പല വിഷയങ്ങളുടെ നേരെയും നമുക്ക് തുറക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ നമുക്ക് നമ്മുടെ വിടുന്ന തടസ്സമായി പലപ്പോഴും നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിന്റെ മറുപടികൾക്ക് തടസ്സമായി, പ്രാർത്ഥനയ്ക്ക് തടസ്സമായി പലപ്പോഴും ഇതുപോലുള്ള കല്ലുകൾ ശത്രു ഉരുട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം, ആരാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക? കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ കല്ല് എങ്ങനെ എനിക്ക് ഉരുട്ടി മാറ്റുവാൻ കഴിയും?
ആരാണ് എനിക്ക് വേണ്ടി വീട്ടുമാറ്റുക? ഇതെങ്ങനെയാണ് എനിക്ക് വീട്ടുമാറ്റാൻ കഴിയുക എന്ന് പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ചോദിക്കും. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുകയാണ്. നോക്കുക, അമീൻ ഹല്ലേലൂയ. കല്ലറയുടെ മുമ്പിൽ എന്ത് ചെയ്തു? കല്ലുരുട്ടി വെച്ചു. അമീൻ ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ കല്ലറയിലേക്ക് അമീൻ ശബത്ത് കഴിഞ്ഞ ശേഷം, ശബത്ത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ശനിയാഴ്ച ദിവസങ്ങളാണ് ശബത്ത് എന്ന് പറയുന്നത്. അപ്പൊ ശബത്ത് കഴിഞ്ഞ ശേഷം മംഗലക്കാരത്തി മറിയും യാക്കോബിന്റെ അമ്മ മറിയും ശലോമിയും അമ്മ ചെന്ന് അവനെ പൂശേടന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ അതികാലത്ത് സൂര്യനുദിച്ചപ്പോൾ ഹല്ലേലൂയ അവർ കല്ലറയ്ക്ക് ചെന്നു. അതികാലത്തെ അമ്മ മറ്റൊരു ഭാഗത്തോടെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയ തന്റെ പ്രിയ കർത്താവിനെ തേടി ഹല്ലേലൂയ കല്ലറയ്ക്കൽ വന്നു. അമ്മ 3 സ്ത്രീകളാണ് ഇവിടെ. അവർക്ക് എന്ത് ചെയ്യാൻ സാധ്യമല്ല ഈ കല്ലുരുട്ടി മാറ്റുവാൻ. അമ്മ എന്നാൽ അവർ ചോദിക്കുകയാണ്, ഈ കല്ലറയുടെ വാതിക്കൽ നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവര് വന്ന വഴിയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവരികയാണ് എങ്ങനെയാണ് കർത്താവിന് എന്ത് ചെയ്യുക ഈ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ കർത്താവിനെ അതിനകത്ത് കാണുക. ഈ വലിയ കല്ലറയല്ലേ ഇത്, കല്ലല്ലേ വീട്ടി നമുക്ക് വേണ്ടി ആരെ ഇത് വീട്ടി മാറ്റുന്നത്, ഈ കല്ല് നമ്മുടെ മുമ്പിൽ നിന്ന് എങ്ങനെ മാറിപ്പോകുമെന്ന് അവർ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അവരുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കിയ ദൈവം ഹല്ലേലൂയ അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലിയതായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ചോദിക്കുന്നുണ്ടാകാം, എൻ്റെ ഈ വിഷയങ്ങൾക്ക് ഇത്ര വലിയ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ല, എൻ്റെ വിഷയങ്ങൾക്ക് ആർക്കും പരിഹാരം കഴിയാൻ തരത്തില്ല, അതുപോലുള്ള വിഷയങ്ങളാണ് എനിക്കുള്ളത്. എന്നാൽ എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ആരാണ് മാറ്റിക്കളയുവാൻ? നിങ്ങളിത് ചോദിക്കുമ്പോൾ തന്നെ അല്ല ആ വിഷയങ്ങളുടെ മറുപടി നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷയത്തിനും മറുപടികളെ ദൈവം അയക്കുവാൻ പോകുകയാണ്. അവിടെ ചെന്ന് അവർ കല്ലറയ്ക്ക് അകത്ത് കടന്നപ്പോൾ വെള്ള നിലയെങ്കിൽ ധരിച്ചൊരു ബാല്യക്കാരൻ അവന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് കണ്ടു. സ്തോത്രം. അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറേയനായ യേശു നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, ഇവിടെയില്ല. അതേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉയർപ്പ് സംഭവിച്ചു. നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങൾക്കിനി പ്രാർത്ഥനയ്ക്ക് അതൊരു വിഷയമായി മാറത്തില്ല. പകരം എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരമായി നിങ്ങളുടെ വിഷയങ്ങൾ മാറാൻ പോവാ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരമായി നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ ആ വിഷയങ്ങൾ പ്രത്യക്ഷപ്പെടാൻ പോവുക. സ്തോത്രം. ഇവിടെ നോക്കുക, യേശു ഉയർത്തെഴുന്നേറ്റു. നോക്കുക, വിഷയം അവിടെ ഇല്ല. നിങ്ങളുടെ വിഷയത്തിന്, നിങ്ങളുടെ എത്ര കഠിനമായ വിഷയങ്ങളാണെങ്കിലും എത്ര പ്രതികൂലമായ വിഷയങ്ങളാണെങ്കിലും ആ വിഷയത്തിന് അല്ലെങ്കിൽ ഉത്തരം ദൈവം നന്നു കഴിഞ്ഞു. നോക്കുക, നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരും പത്രോസിനോടും പറയുക എന്ന് പറഞ്ഞു. സ്തോത്രം. ശിഷ്യൻ 4 മറിയ എന്ത് ചെയ്തു? നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഒരാൾ പോലും ആ കല്ലറയ്ക്കില്ല. എന്നാല് യേശു വിടുവിച്ച, യേശു അവനെ സ്നേഹിച്ച സഹോദരിമാരാണ് ആ കല്ലറയ്ക്കുള്ളത്. അപ്പൊ അവർക്കില്ല ദൈവത്തോട് അധികാരമായിരിക്കുന്ന ഒരു വലിയ സ്നേഹമുണ്ട്. ഹല്ലേലൂയ. ഇവര് 3 പേരും മറിയ പോയി പറയുന്നു അല്ലെ. നോക്കുക, സ്തോത്രം. എന്നിട്ട് അവർ ഭയപ്പെടുകയാൽ ആരോടും പറഞ്ഞു. നോക്കുക, ഈ സ്ത്രീയോട് മംഗലക്കാരത്തി മറിയോട് ദൂതം പറഞ്ഞു യേശു ഉയർത്തെഴുന്നേറ്റത്. അവൾക്ക് ഭയമുണ്ടായില്ല, അവൾക്ക് പേടി ഉണ്ടായില്ല. അവള് പോയി ശിഷ്യന്മാരോട് പറഞ്ഞു. പക്ഷെ നല്ല ശിഷ്യന്മാർ എന്ത് ചെയ്യില്ല, ഭയപ്പെട്ടില്ല, ആരോടും പറഞ്ഞില്ല. സ്തോത്രം ചെയ്തു. എന്നാൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയും. എന്നിട്ട് 9-ാം വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയ മംഗലക്കാരി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിഷയത്തിന്, നിങ്ങൾ ഏത് വിഷയത്തിനാണോ വേദനപ്പെടുന്നത് ആ വിഷയങ്ങളുടെ മറുപടി നിങ്ങൾ കണ്ടിട്ടേ മറ്റൊരാൾ കാണുകയുള്ളൂ. സ്തോത്രം. ആ വിഷയത്തിന് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്റെ ഉത്തരം നിങ്ങൾ കാണും. നിങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ മറ്റൊരു അറിയത്തുള്ളൂ. കാരണം വേദന നിങ്ങളുടേതാണ്, വിഷമം നിങ്ങളുടേതാണ്, സങ്കടം നിങ്ങളുടേതാണ്, ഭാരം നിങ്ങളുടേതാണ്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ദൈവം നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയാകും. സ്തോത്രം ചെയ്തു. നോക്കുക, എന്നിട്ട് അവൾ ചെന്ന് അവനോട് ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ട് ഇരുന്നവരോട് അറിയിച്ചു ഹല്ലേലൂയ അവൻ ജീവനോടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യാ,
അവർ വിശ്വസിച്ചില്ല. പലപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടും എന്നാൽ മറ്റുള്ളവരോട് അത് പറയുമ്പോൾ അവർ പലപ്പോഴും അത് വിശ്വസിക്കത്തില്ല. ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ദൈവപ്രവൃത്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും. ആരും വിശ്വസിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ദൈവപ്രവൃത്തി ഹല്ലേലൂയ പ്രാർത്ഥന മറുപടികളെ ദൈവം ഹല്ലേലൂയ നിങ്ങൾക്ക് അയക്കും. നിങ്ങൾ വിശ്വസിക്കുക. ആർക്കും ഹല്ലേലൂയ കാണുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ദൈവപ്രവൃത്തികളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അയക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നിങ്ങളുടെ കൺമുമ്പ് വെളിപ്പെടാൻ പോകുക. ഇന്ന് വരെ കരഞ്ഞില്ലേ? ഇന്ന് വരെ നിലവിളിച്ചില്ലേ? ഇതുവരെ മറ്റുള്ളവരുടെ മുമ്പിൽ പലപ്പോഴും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയിൽ വന്നിട്ടില്ലേ? എന്നാല് നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകാൻ പോവുക. നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോവുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ കാണും അത്. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെയുള്ളവരല്ല. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി കരഞ്ഞുവോ, ഏത് വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ടുവോ, നോക്കാം മറിയെ പോലെ നിങ്ങൾ യേശുവിനെ അന്വേഷിക്കാൻ ഇടയായാൽ ഹല്ലേലൂയ മരിച്ച വിഷയത്തിന് ദൈവം ജീവൻ നൽകും. നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം ജീവൻ നൽകാൻ പോവുക. ഈ ദിവസങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങളെ മരിച്ചു കിടക്കുന്നത്, ഉത്തരമില്ലാതെ കിടക്കുന്ന ഏതൊക്കെ വിഷയങ്ങളാണെന്നാൽ സർവശക്തനായ ദൈവം ഹല്ലേലൂയ വലിയൊരു പ്രവൃത്തി അയക്കാം. നോക്കുക, നിങ്ങളുടെ വിഷയത്തിന് അവിടെ കല്ലെങ്കി ഉരുട്ടി മാറ്റി. അവൾ യേശുവിനെ നേരിട്ട് കണ്ടു. അവളൊരു സുവിശേഷകയായി മാറി. നിങ്ങൾ സന്തോഷ വർത്തമാനത്തിന്റെ വക്താവായി വക്താവാൻ പോവാ. നിങ്ങൾ സുവിശേഷത്തിന്റെ വക്താവായി പോവാ. ഒരു പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ആരും വിശ്വസിച്ചില്ലെന്ന് വരും. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ ജീവന സാക്ഷിയായി ദൈവം നിന്നെ മാറ്റാൻ പോവാ. ദൈവത്തിന്റെ ജീവന സാക്ഷിയായി അല്ലാതെ പറയുമ്പോൾ ആത്മാവിന്റെ അകത്ത് വലിയ കത്തൽ അനുഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ വലിയ സാക്ഷിയായി ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം എവിടൊക്കെ സുവിശേഷം പറയുന്നു അവിടൊക്കെ മറിയുടെ പേര് ഓർക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെ സകലം മറന്നാലും യേശു നിങ്ങളെ മറക്കത്തില്ല കേട്ടോ. നിന്റെ പേര് ഹല്ലേലൂയ മാറ്റി കുറിക്കത്തക്കവണ്ണം ദൈവം വലിയ കാര്യം ചെയ്ത് നോക്ക്. യേശുവിനെ പിൻപറ്റിയ ഒരു സ്ത്രീ, യേശുവിന്റെ അവളുടെ ജീവിതത്തിൽ വിടുതൽ ലഭിച്ചപ്പോൾ അവൾ യേശുവിനെ പിൻപറ്റിയത് കൊണ്ടാണ് വലിയൊരു ഹല്ലേലൂയ സാക്ഷ്യത്തിന് ഉടമയായി അവൾ മാറേണ്ടി വന്നു. നോക്കുക, ഇന്ന് സുവിശേഷം എവിടൊക്കെ പറയുന്നുവോ അവിടെ എല്ലാം അവിടെ പേര് ചേർത്ത് പറയത്തക്കവണ്ണം ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾക്ക് ഹല്ലേലൂയ ജീവനില്ലാതെ കിടക്കുന്ന ചലിക്കാത്ത വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ചലനം വെളിപ്പെടുമ്പോൾ അത് അനേകർക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഹല്ലേലൂയ സ്തോത്രം അവർ മനസ്സിനെ മാറ്റുന്ന ഒരു വലിയ ദൈവപ്രതിനിധി ചെയ്ത് വെളിപ്പെടുവാനിടയാകും. കർത്താവിൽ വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.